ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശർക്കര പാലപ്പവും വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ശർക്കര വട്ടയപ്പവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പാലപ്പത്തിനും വട്ടയപ്പത്തിനും ഒരേ ബാറ്റർ തന്നെ മതി. നമ്മൾ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരേ ബാറ്റർ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി മാവ് കുഴച്ചാൽ മതിയാകും. മാവ് അരച്ചതിന് ശേഷം നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ 2 അപ്പവും ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ രാത്രി അരച്ചിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കേണ്ട. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശർക്കര പാലപ്പത്തിനും ശർക്കര വട്ടയപ്പത്തിനും വേണ്ട അരി ഞാൻ രാത്രി കുതിർത്തിയതാണ് കേട്ടോ. ഇത് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. കുതിർത്തിയ അരിയാണ് ഞാനിപ്പോൾ ഈ കപ്പിലേക്ക് എടുത്തത്. കൂടുതൽ നേരം കുതിരും തോറും നല്ല മാർദ്ദവമുള്ള അപ്പം നമുക്ക് കിട്ടും. പിന്നെ 2 മണിക്കൂർ കുതിർന്നതിന് ശേഷവും നമുക്കിത് അരച്ചിട്ടുണ്ടാക്കാം. പക്ഷേ കൂടുതൽ സമയം ഇത് കുതിർത്തി ഉണ്ടാക്കുന്നതാണ് വളരെ നല്ലത്. നല്ല സോഫ്റ്റിയും സ്പോഞ്ചിയുമായിട്ടുള്ള നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 കപ്പ് അരി ഞാനിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകമാണ് ഞാനിപ്പോൾ ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പൊടി ചേർത്താലും മതിയാകും, ഏലക്കാപ്പൊടി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ചിരകിയ തേങ്ങ ഒരു 3/4 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലല്ല ഞാൻ ചേർക്കുന്നത്, തേങ്ങ തന്നെയാണ്, ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് തേങ്ങ ഞാനിതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് തന്നെ വേവിച്ച ചോറ്, നമ്മൾ ഊണ് കഴിക്കാൻ ഉണ്ടാക്കുന്ന ചോറില്ലേ, ഞാനിതിപ്പോൾ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. കുത്തരിയാണ് സാധാരണ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ചേർക്കുന്നത്. കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3/4 കപ്പ് വേവിച്ച ചോറ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. വളരെ പൗഡേർഡ് ആയിട്ടുള്ള ഈസ്റ്റ്. ഇത് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. അത് 3/4 ടീസ്പൂൺ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. കൂടുതൽ വെള്ളം ചേർത്ത് അരച്ചാൽ അരിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ആദ്യം അരക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടിയെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണിപ്പോൾ ചേർത്തത്. ബാറ്ററിന് വേണ്ട ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിത് ഒരു 1/2 കപ്പ് ശർക്കര പാനി ആണ് ചേർക്കുന്നത്. പാനിയാക്കിയ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പാനിയാക്കിയ ശർക്കര ഞാനിപ്പോൾ ചേർത്ത് പിന്നെ ആ കപ്പിൽ തന്നെ 3/4 കപ്പോളം വെള്ളം എടുത്തിട്ട് ആ ശർക്കര ഒന്ന് അഴിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ശർക്കരയും 3/4 കപ്പ് വെള്ളവും പിന്നെ ഇതിന് നേരത്തെയും 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ആണ് നമ്മൾ ഇത് ഫെർമെൻറ്റേഷന് വെക്കുന്നത്. ഇപ്പോൾ ഞാനതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ബാറ്ററാണ്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ജാറിലാണ് ഞാനിതിപ്പോൾ ഒഴിച്ച് വയ്ക്കുന്നത്. കാരണം ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്, ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ ഇത് പൊങ്ങിക്കിട്ടാൻ വൈകും. അതുകൊണ്ട് ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് ജാറിലെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു പലകയുടെ പുറത്തോ അല്ലെങ്കിൽ ചൂടുള്ള ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഞാനിപ്പോൾ 1.25 മണിക്കൂറായപ്പോൾ തുറന്നപ്പോൾ ആ ജാറ് മുഴുവനും നിറഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂറായാൽ ഇത് ഓവർഫ്ലോ ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേക്കും ഏകദേശം നിറയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.25 മണിക്കൂറായപ്പോഴേക്കും കണ്ടു നല്ലപോലെ പൊങ്ങി വളരെ ഫ്ലഫി ആയിട്ടാണ് ആ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഞാൻ ആദ്യം വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരു സ്റ്റീമർ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരിയൊക്കെ എടുത്ത ആ ബൗൾ തന്നെയാണ് മാവ് ഒഴിച്ച് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഞാനിതിലേക്ക് മാവ് ഒഴിക്കാൻ പോവുകയാണ്. ഗ്ലാസ് പാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റലിക് ആയിട്ടുള്ള പാത്രങ്ങളും സെലക്ട് ചെയ്യാം. ഞാനിത് എണ്ണ പുരട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ മാവൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതിനാണ് ഞാൻ ഈ പാത്രം സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് വയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് മാവ് ഒഴിക്കുകയാണ്. മാവ് ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഹാഫേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഒഴിച്ചപ്പോഴേക്കും ഏകദേശം മുക്കാലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി കുറച്ച് ബാറ്റർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പാലപ്പമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് കാഷ്യൂസ് അതിൻ്റെ മീതെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ തന്നെ ഇത് മാവ് ഒഴിക്കുമ്പോൾ തന്നെ വെച്ചാൽ ഈ അണ്ടിപ്പരിപ്പൊക്കെ താഴേക്ക് പോകും. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള്, റോസ്റ്റഡ് വെളുത്ത എള്ളും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന ബാറ്റർ അതിൽ 3 എണ്ണം ഒഴിച്ചതിന് ശേഷം ബാക്കി വന്ന ബാറ്ററിൽ ഞാൻ പാലപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാലപ്പച്ചട്ടിയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചുറ്റിച്ച് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇനി ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതെടുക്കാം. 1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ അപ്പം റെഡി ആയിട്ടുണ്ടാവും. കൂടുതൽ നേരം വയ്ക്കും തോറും ഇത് കുറച്ച് ഹാർഡാവും. 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അപ്പം എടുക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 1.5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം, അപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാം. ഉണ്ട്, വളരെ സോഫ്റ്റുമാണ്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. വളരെ സ്പോഞ്ചി ആയിട്ടാണ് ഈ പാലപ്പവും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാക്കി വന്ന ബാറ്ററിന് എല്ലാത്തിനും നമുക്ക് ഇതുപോലെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ ജാറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്പൂണ് കൊണ്ടൊന്നും കോരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ 2ാമത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ നോക്കാം. അത് ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഒരു 15 മിനിറ്റ് വേണം. ഇപ്പോൾ ഞാനിതത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പേ എടുത്തത് കൊണ്ട് അരിയൊക്കെ ഇത്തിരി ഇതായിട്ട് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ആറിയതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമ്മളുടെ പാലപ്പവും അതുപോലെ തന്നെ വട്ടയപ്പവും റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും യമ്മിയുമാണ്. പാലപ്പം വളരെ സോഫ്റ്റാണ്. പിന്നെ അതുപോലെ വളരെ യമ്മിയായിട്ടാണ് നമ്മുടെ വട്ടയപ്പം ഇരിക്കുന്നത്. കണ്ടു, കൂടുതൽ നേരം പൊങ്ങും തോറും ഇത് ഹാർഡായി പോകും. നമ്മൾ ഈ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം. 1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങിയിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ ചിലരുടെ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കുമ്പോഴേക്കും വ്യത്യാസം ഉണ്ടെങ്കിൽ പൊങ്ങാൻ താമസിക്കും. പിന്നെ അതുപോലെ മെറ്റലിക് ആയിട്ടുള്ള പാത്രത്തിൽ തണുപ്പ് സമയത്ത് വെച്ചാലും ബാറ്റർ എടുത്ത് പൊങ്ങാൻ വെച്ചാലും താമസിച്ചേ ആകുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഞാനിത് ദോശ ചുരുട്ടുന്നത് പോലെ, മുട്ടക്കടലപ്പൊക്കെ ഇല്ല അതുപോലെ ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയെടുക്കാൻ വളരെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.